നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. വളരെ കൃത്യമായി ഒന്നാം ഘട്ട പട്ടിക ഞങ്ങളിന്ന് പുറത്തു വിട്ടിട്ടുണ്ട്. തീർച്ചയായും രണ്ടാം ഘട്ട പട്ടിക നാളെ തന്നെ വരും. അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ജനങ്ങൾ LDFനെതിരായി ചിന്തിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഇപ്പോൾ വിസ്മയങ്ങൾ കാണില്ലേ, കണ്ണൂർ പോലെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ ആ പാർട്ടിയോട് ലാൽസലാം പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ കോൺഗ്രസിലെ തർക്കത്തെക്കുറിച്ച് പറയുന്നത്. എവിടെ നിന്നൊക്കെയാണ് CPMൻ്റെ നേതാക്കന്മാർ രാജിവെച്ച് വന്നത് നമുക്കറിയാമല്ലോ. എത്ര പ്രമുഖരായ നേതാക്കന്മാരാണ് രാജിവെച്ചിട്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി വരും. അതൊക്കെ നല്ല കറക്റ്റായ സ്ഥാനാർത്ഥികളായിരിക്കും, ആപ്റ്റായ സ്ഥാനാർത്ഥികളാണ്. ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരത്തെ ഏറ്റെടുക്കാൻ സാധിക്കുന്ന, വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന ശക്തരായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ ആവുന്നത് പൂർണ്ണമായി 100% പൂർത്തിയായെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പൊയ്ക്കണ്ട നിങ്ങൾ ജയിച്ച ബൈ ഇലക്ഷനുകളിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മേനി എന്ന് പറഞ്ഞവർ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വളരെ നേരത്തെ പ്രഖ്യാപിച്ച് വളരെ നേരത്തെ പ്രചരണത്തിന് ഇറങ്ങിയ അതിൽ മേനി പറഞ്ഞവർ, ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഇപ്പോൾ പഠിക്കൽ കൊണ്ട് കലവടയ്ക്കാന്ന് പറയില്ലേ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതല്ലോ ശ്രീജിൽ മാക്കുറ്റി, അത് നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാത്തതല്ലോ. എന്നിട്ടും K. സുധാകരൻ മത്സരിക്കോ ഇല്ലേ, എനിക്ക് സീറ്റ് വേണം എന്നതിൽ തട്ടി നിങ്ങൾ നിൽക്കുകയാണ്. എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം ശ്രീജിൽ. ഹാഷ്മി, നിങ്ങൾക്ക് ചാനലിൽ നിന്ന് കഷ്ടം, ഞങ്ങൾക്കൊരു കഷ്ടമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നാളെ കൃത്യമായി എല്ലാവരും വരും. വന്നതിന് ശേഷം ഞങ്ങളങ്ങ് കളത്തിലങ്ങ് ഇറങ്ങിയാൽ ആ നിറഞ്ഞാടുന്ന UDFനെ തകർക്കാൻ പിണറായി വിജയൻ്റെ സർവായുധങ്ങളും സർവ്വ PR ഒന്നും അവിടെ ഏശിയില്ല എന്നുള്ള കൃത്യമായ കോൺഫിഡൻസിലാണ് ഞങ്ങൾ മുമ്പോട്ട് വന്നത്. ഒരു ജനാധിപത്യ പാർട്ടിയാവും സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഇന്നലകളിൽ ഉണ്ടാകുന്ന ഒരു അഭിപ്രായ വ്യത്യാസം ഇവിടെ ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതെല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കും തർക്കം വേണ്ട. ഞങ്ങൾ വളരെ കോൺഫിഡൻസിലാണ്. കാരണം അത്രയേറെ ജനങ്ങൾ വെറുക്കുന്നൊരു സർക്കാരായി ഇവർ മാറുന്നുവെന്ന് ഇന്നലകളിൽ ആ പാർട്ടിയോട് ചേർന്ന് നിന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ സുധാകരൻ പോലെ സഖാക്കൾ ഉൾപ്പെടെ ഏറ്റവും ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി മെമ്പറും അതോ മുൻ MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ വരിവായി നിൽക്കുകയാണ്, വിസ്മയം തീർക്കുകയാണ്. നിങ്ങൾ നോക്കൂ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് LDFനുണ്ടായ ഒരു മുന്നേറ്റം എന്ന് പറയുമ്പോൾ കൊറോണയായിരുന്നു. അതിൻ്റെ ഒരു അനുകമ്പയാണ് ഇവർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയത്. ഒരിക്കൽ ചക്ക വീണ് മുയൽ ചത്തത് കൊണ്ട് എപ്പോഴും ചക്ക വീണ് മുയൽ ചാവാൻ പോകുന്നില്ല.